ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്മൂത്തി തയ്യാറാക്കി നോക്കാം. ഇത് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്മൂത്തി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ എക്സ്ട്രാ മധുരമോ അതായത് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓട്സ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓട്സും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ പാലിലാണ് ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു തലേന്ന് അത് നമ്മൾ രാവിലേക്കാണ് കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി തന്നെ ഇത് പാലിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. പിറ്റേന്ന് രാവിലെ നമുക്കിത് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം നല്ലോണം മിക്സാക്കി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രാവിലെയാണ് ഇപ്പോൾ ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴമാണ്, റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു റോബസ്റ്റ് പഴം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു മിക്സ്ഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഴത്തിന് പകരമായിട്ട് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ഡെയിലി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോ ദിവസം ഓരോ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കിങ്ങനെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പഴം കൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ ഒരു പാലും ഓട്സും ഈത്തപ്പഴം എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയിലാണ് കേട്ടോ ഈ ഒരു സ്മൂത്തി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ പാലിന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹണിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. രാവിലെ അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിലോ ഏത് ടൈമിൽ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയായ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്